നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണു പ്രണോയിയുടെ അമ്മ സുപ്രീം കോടതിയിൽ. കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ഇടിമുറികൾ ഇടിച്ചു പൊളിക്കണം. സർക്കാരും മഹിജയും നൽകിയ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി അറിയിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പല മന്ത്രിമാരുടെയും ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. സംസ്ഥാനത്ത് പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ തിരുത്തലുകൾക്ക് വേണ്ടിയെന്ന് സീതാറാം യെച്ചൂരി. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം തടസ്സം നിൽക്കുന്നുവെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ. അനധികൃത നിർമ്മാണവും ഭൂമി കയ്യേറ്റവും വ്യാപകമായി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭൂമാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നു. മൂന്നാറിലെ സർക്കാർ ഭൂമി സംരക്ഷിക്കുമെന്ന് റവന്യൂ മന്ത്രി. KPCC അധ്യക്ഷനെ നാളെ പ്രഖ്യാപിച്ചേക്കും. ദില്ലിയിൽ തിരിച്ചെത്തിയ സോണിയാഗാന്ധി തീരുമാനമെടുക്കും. മുകുൾ വാസ്നിക് കേരള നേതാക്കളുമായി ഫോണിൽ ചർച്ച നടത്തി. അണ്ടർ-17 ലോകകപ്പ് ഒരുക്കങ്ങളിൽ അതൃപ്തി അറിയിച്ച് ഫിഫ. മെയ് 15 മുമ്പ് സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് സർക്കാരിനോട് ഫിഫ. നടപടികൾ വേഗത്തിലാക്കുമെന്ന് കായിക മന്ത്രി. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ അമ്മ സുപ്രീം കോടതിയെ സമീപിച്ചു. ജിഷ്ണു പ്രണോയ് നേരിട്ട ദുരവസ്ഥ ഒരു വിദ്യാർത്ഥിക്കും ഇനി ഉണ്ടാകാതിരിക്കാൻ കോടതി ഇടപെടണമെന്ന് കേസിൽ കക്ഷി ചേരാൻ നൽകിയ അപേക്ഷയിൽ ജിഷ്ണുവിന്റെ അമ്മ ആവശ്യപ്പെട്ടു. കേരളത്തിലെ സ്വാശ്രയ ക്യാമ്പസുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണെന്ന്, വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ മാനേജ്മെന്റുകൾക്ക് ഇടിമുറികളുണ്ടെന്നും അപേക്ഷയിൽ ആരോപിച്ചിട്ടുണ്ട്. ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന് ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിൽ കക്ഷി ചേരാൻ നൽകിയ അപേക്ഷയിലാണ് ജിഷ്ണുവിന്റെ അമ്മ കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണെന്ന് ആരോപിച്ചിരിക്കുന്നത്. മാനേജ്മെന്റുകളെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിനായി ഇടിമുറികൾ ഉണ്ട്. കഠിനമായ പീഡനമാണ് സ്വാശ്രയ കോളേജുകളിലെ ഇടിമുറികളിൽ നടക്കുന്നത്. ഇത്തരം ഇടിമുറികൾ പൂർണ്ണമായും നീക്കാൻ സുപ്രീം കോടതി ഇടപെടണം. സമൂഹത്തിൽ ഉന്നതരുമായി ബന്ധമുള്ള കൃഷ്ണദാസ് ജാമ്യത്തിൽ കഴിഞ്ഞാൽ അന്വേഷണവും തെളിവും അട്ടിമറിക്കും. അതിനാൽ കസ്റ്റഡിയിലെടുത്ത് ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കണമെന്ന് അഭിഭാഷകനായ ജെയ്മോൻ ആൻഡ്രൂസ് മുഖേന ജിഷ്ണുവിന്റെ അമ്മ മഹിജ ഫയൽ ചെയ്തിരിക്കുന്ന അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലും മഹിജയുടെ ആവശ്യവും സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AR റഹീം, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ അനിൽ, ജിഷ്ണു പ്രണോയുടെ അമ്മാവൻ ശ്രീജിത്ത് എന്നിവരാണ്. ആദ്യം ശ്രീജിത്ത്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ താങ്കളുടെ സഹോദരി നൽകിയിരിക്കുന്ന അപേക്ഷയിൽ കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നതിനോടൊപ്പം 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അത് സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാൻ പരമോന്നത കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് അത്തരം ചില നിർദ്ദേശങ്ങൾ കോടതി മുൻപാകെ അവർ സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഒരു നിയമനിർമ്മാണത്തിന് വൈകുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ മേഖലയിൽ കാര്യക്ഷമമായി ഇടപെടാൻ കാലതാമസം വരുത്തുന്നത് കൊണ്ടാണോ സുപ്രീം കോടതിയെ ഈ ഘട്ടത്തിൽ സമീപിക്കാൻ കുടുംബം തീരുമാനിച്ചത്? ജിഷ്ണു പ്രണോയ്മാർ ഇനി കേരളത്തിൽ ആവർത്തിക്കരുത് എന്ന് ഒരു ആഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് സമൂഹത്തിന് എങ്കിലും പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ്. ഇനി ഇത്തരം ഇടിമുറികൾ കേരളത്തിലെ സ്വാശ്രയ മേഖലകളിൽ ഉണ്ടാകരുത്, അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ ആ കാര്യം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു നീതി നിഷേധിക്കപ്പെട്ട അനുഭവമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ കൃഷ്ണദാസിന്റെ ഈ കേരളത്തിലെ സ്വാശ്രയ കോളേജ് ഉടമകളുടെ നേതാവായുള്ള സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല വെറും അറവുശാലയായി കാണുന്ന ഇത്തരം ഉടമകളുടെ പ്രതിനിധിയായിട്ടുള്ള കൃഷ്ണദാസിനെതിരെ പരമോന്നത നീതിപീഠം ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിനോടൊപ്പം കക്ഷി ചേരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.
ശരിയാണ്. സംസ്ഥാന സർക്കാർ ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നത് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ സ്വാശ്രയ കോളേജുകളുടെ പ്രശ്നം നമുക്ക് ഇതുമായി ചേർത്ത് വയ്ക്കേണ്ടതാണല്ലോ. കോട്ടയത്ത് ടോംസ് കോളേജിന്റെ പ്രശ്നം, ഇപ്പോൾ നെഹ്റു കോളേജിൽ 2 ക്യാമ്പസുകളിലും സമാനമായ ആരോപണങ്ങൾ ഉയർന്നു. ഈ കോളേജുകളിലൊന്നും അവരുടെ നിലവിലുള്ള സ്ഥിതിഗതികൾക്കൊരു മാറ്റവുമില്ല. AICTE അടുത്ത വർഷവും ടോംസ് കോളേജിന് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. ഈ നെഹ്റു കോളേജിനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയോ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടതായി പോലും നമുക്ക് അറിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരിക, സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കാൻ, അവരുടെ ഈ രീതിയിലുള്ള അനാരോഗ്യകരമായ പ്രവണതകൾ ഇല്ലാതാക്കാൻ ഒരു നിയമം കൊണ്ടുവരിക എന്നതാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനിയും സമയമെടുക്കുമായിരിക്കും. അടിയന്തരമായി സുപ്രീം കോടതിയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കോളേജുകളെ നിയന്ത്രിക്കണം എന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, ഈ കോളേജുകളെ നിയന്ത്രിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പോരാ എന്നൊരു പരാതി താങ്കൾക്കുണ്ടോ, കുടുംബത്തിനുണ്ടോ? ഗവൺമെന്റ് നല്ല രീതിയിലാണ് ആ കാര്യങ്ങൾ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഞങ്ങളുടെ വീട്ടിലെത്തി സ്വാശ്രയ മേഖലയിൽ ഇത്തരം കൊള്ളരുതായ്മയ്ക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ഈ കേസും കാര്യങ്ങളുമായി ശ്രദ്ധിക്കുന്നതിനിടയിൽ ആ കാര്യങ്ങൾ എവിടെ വരെ എത്തി, അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മുന്നേറിയോ എന്നുള്ള ഒരു പരിശോധന ഞങ്ങൾ നടത്തിയിട്ടില്ല. അത് ആ കാര്യങ്ങളിൽ ആ ഒരു അഭിപ്രായം പറയാൻ എത്രത്തോളം മുന്നോട്ട് പോയി, അതിന്റെ ഫലമായി എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ നടന്നു എന്ന കാര്യങ്ങളൊന്നും പരിശോധിക്കാൻ ഞങ്ങൾക്ക് ഈ തിരക്കിനിടയിൽ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായവും പറയാൻ ആയിട്ടില്ല. എന്തായാലും നല്ലൊരു ഇടപെടൽ, സർക്കാർ ഇത്രയും ഗൗരവമായ കേസാണെന്ന് സർക്കാരിനും അധികൃതർക്കും ഇപ്പോഴൊക്കെ നല്ല ബോധ്യമുണ്ട്. ആ കാര്യത്തിൽ ഇനിയൊരു തുടർ നടപടി ഉണ്ടാകും, ഇനി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീജിത്ത്, താങ്കൾ തുടരുക, ഞാൻ വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് A. റഹീം ടെലിഫോൺ ലൈനിൽ. ശ്രീ റഹീം, ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്ന് സുപ്രീം കോടതി പരിശോധിക്കണമെന്നാണ് ഈ ഹർജിയിലെ ഒരു ആവശ്യം. ഈ സർക്കാരിൻ്റെ ഹർജിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് മഹിച്ച കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഈ സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തനം സുപ്രീം കോടതി വിലയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെയാണ് ഈ കോളേജുകൾ പ്രവർത്തിക്കുന്നത്. ഇടിമുറിയാണ് കോളേജുകളിലുള്ളത്, അത് ഇടിച്ചു പൊളിക്കണം, അതിന് സുപ്രീം കോടതി ഇടപെടണം. ഞാൻ ചോദിക്കുന്നത്, ഗവൺമെൻറ് ഇവിടെ ഇടപെടാൻ വൈകുകയാണ്. ഈ കോളേജുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സർവകക്ഷി യോഗത്തിൽ നിയമം കൊണ്ടുവരാനൊക്കെ ആലോചനയുണ്ട്. അതൊക്കെ ഫീസും പ്രവേശനവും ഒക്കെ സംബന്ധിച്ചുള്ള നിയമത്തെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഈ സ്വാശ്രയ കോളേജുകളുടെ പൊതുവായ പ്രവർത്തനം രീതി വിലയിരുത്തി അവരെ മുഖ്യധാരയിലെ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെൻറ്റിന് കഴിയാതെ പോയതുകൊണ്ടല്ലേ ഈ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ഹർജിക്കാർക്ക്? സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ ഒരു സാമൂഹിക പ്രശ്നമാണെന്നും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ നടക്കുന്ന അനിയന്ത്രിതമായ ഒരുപാട് കാര്യങ്ങൾ, നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ശക്തമായ നിലപാട് വേണമെന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായുമാണ്. സർക്കാർ അക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു. വിഷ്ണു എന്ന പ്രിയപ്പെട്ട അനുജൻ രക്തസാക്ഷിത്വം വരിച്ചതിന് ശേഷം, അത് രക്തസാക്ഷിത്വമായി നാം കാണുന്നത്, അതിന്റെ റിസൾട്ട്, രക്തസാക്ഷിത്വത്തിന്റെ റിസൾട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ 8 മാസം പ്രായമുള്ള ഈ സർക്കാർ കൂടുതൽ വേഗത്തിലാക്കാനുള്ള കാരണം. അങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്. ഇവിടെ സ്വാശ്രയ കോളേജുകൾ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് ഇടിമുറികളുടേതുണ്ട്, അതോടൊപ്പം തന്നെ അവിടെയുള്ള ഡെമോക്രാറ്റിക് റൈറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത് അവിടുത്തെ അക്കാദമിക് നിലവാരത്തെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ചില കോളേജുകൾ ഇത്രയധികം കോളേജുകൾ, ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്തിനാണ് ഇത്രയധികം? ഇതെല്ലാം ആദ്യമായല്ല. ഇപ്പോ നേരത്തെ ഹൈക്കോടതി തന്നെ ഒരിക്കൽ, കേരള ഹൈക്കോടതി ഒരു സമിതിയെ വെച്ച് കേരളത്തിലെ കോളേജുകളുടെ നിലവാരത്തെ കുറിച്ച് പഠിച്ചു. അന്ന് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ മഹാഭൂരിപക്ഷവും യോഗ്യതയുള്ള അധ്യാപകരല്ല പഠിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തി. വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് കണ്ടെത്തി. യോഗ്യതയില്ലാത്ത ക്യാമ്പസുകൾ യോഗ്യത മെച്ചപ്പെടുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടതിന്റെ സാധ്യതയെക്കുറിച്ചെന്ന് കേരള ഹൈക്കോടതി സംസാരിച്ചു. പക്ഷെ ഇവിടെയെല്ലാം പണത്തിനു മീതെ പരുന്തും പറക്കും എന്ന വിധം, എല്ലാറ്റിനും മുകളിൽ ഇവിടെ പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന വിധത്തിൽ ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളുടെയും മുകളിൽ ഇവർ ഇങ്ങനെ വിലസുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കൃഷ്ണദാസിനെ പോലെ ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ ഡോൺ എന്നൊക്കെ പറയാവുന്ന ഒരാള്, സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്റെ ഒരു അപ്പോസ്തലൻ ഇതുപോലെ പോയി ജയിലിൽ കിടക്കോ?
ഞങ്ങൾ അധികാരത്തിൽ വന്നത് കൊണ്ടല്ലേ. ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇന്നൊരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനകത്ത് കർശനമായ നിയമം കൊണ്ടുവരണം, നിയന്ത്രണങ്ങൾ വേണം. അത് SFIയുടെയും DYFIയുടെയും എല്ലാം ഏറെക്കാലത്തെ സംഘടിതമായ പോരാട്ടവും ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. ഈ സ്വാശ്രയ കോളേജുകൾക്കകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല ഞങ്ങളുടെ ശത്രു. ഞങ്ങളുടെ ശത്രു എന്നത് അവിടുത്തെ നയമാണ്, പോളിസിയാണ്. ആ പോളിസിയുടെ ഭാഗമായി നിയമവിരുദ്ധമായ പ്രവണതകളും പ്രവർത്തനങ്ങളും എവിടെയെല്ലാം നടക്കുന്നുണ്ടോ അവിടെ ശക്തമായി ഇടപെടുക. അത് ഗവൺമെന്റ് ഇടപെടും, സംശയം എന്താണ് കാര്യത്തിൽ. ജിഷ്ണുവിന്റെ കുടുംബവും അങ്ങനെ സർക്കാരിനെ അവിശ്വസിക്കുന്നു എന്ന് അവരുടെ ഇപ്പൊ ശ്രീജിത്ത് എല്ലാം പ്രതികരിച്ചു. എന്തെങ്കിലും ആ വരികൾക്കിടയിൽ ഞാൻ വായിക്കുന്നില്ല. ഇവിടെ 8 മാസം പ്രായമായ ഒരു ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നു. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളമായി, 1.5 പതിറ്റാണ്ടോളമായി കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിൽ സഖാവ് പിണറായി സർക്കാർ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന് ആശ്വാസകരമായാണ് ഇക്കാലഘട്ടത്തിൽ നമ്മൾ അതിനെ കാണേണ്ടത്. ശരി റഹീം, താങ്കൾ വേഗത്തിൽ സ്റ്റുഡിയോയിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധി ശ്രീ അനിൽ കോഴിക്കോട് സ്റ്റുഡിയോയിൽ തുടരുന്നുണ്ട്. ശ്രീ അനിൽ, താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ സംഘടന എന്തുകൊണ്ടാണ് ഈ വിഷയം ഗൗരവമായി പരിശോധിക്കാത്തത്? നിങ്ങളുടെ അസോസിയേഷന് കീഴിലുള്ള കോളേജുകളെ പറ്റി എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് പൊതുസമൂഹത്തിൽ കോടതികളിലൊക്കെ നിലനിൽക്കുന്നത്? കോളേജുകളിൽ ഇടിമുറിയുണ്ട്. ആ ഇടിമുറിയുടെ ഭിത്തിയിൽ കുട്ടികളുടെ ചോരപ്പാടുകൾ ഉണ്ടെന്ന് നെഹ്റു കോളേജിലെ കാഴ്ചകൾ ചൂണ്ടിക്കാട്ടി പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പോലീസിൻ്റെ റിപ്പോർട്ടുള്ളതാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ പ്രവർത്തിക്കുന്ന കോളേജുകളുണ്ട്. ടോംസ് കോളേജുകൾ പോലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതിൻ്റെ പരിസരത്തു കൂടി പോകാൻ കഴിയാത്ത തരത്തിലേക്ക് അപമാനം പേറുന്ന കോളേജുകളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ നിങ്ങളുടെ അസോസിയേഷനുകളുടെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അത്തരം കോളേജുകളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാതെ ആ കോളേജ് മാനേജ്മെൻറ്റിന് വേണ്ടി ഒരു ദിവസം പഠിപ്പ് അവസാനിപ്പിച്ച് കോളേജുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കീഴിലുള്ള പുഴുക്കുത്തുകളെ കണ്ടെത്തി അവരെ ഒറ്റപ്പെടുത്തണമെന്ന പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തോട് പോസിറ്റീവായി പ്രതികരിക്കാൻ അസോസിയേഷന് കഴിയാതെ പോകുന്നത്? ആദ്യമായി ഈ ഞങ്ങളുടെ ഒരു ദിവസത്തെ സൂചന പണിമുടക്ക് അല്ലെങ്കിൽ സൂചന ഷട്ടിംഗ് ഡൗൺ ഓഫ് ദി കോളേജസ് ഒരിക്കലും കൃഷ്ണദാസിൻ്റെ ഈ പ്രശ്നവുമായിട്ട് അല്ലെങ്കിൽ ജിഷ്ണു കേസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നില്ല. പറഞ്ഞോളൂ. അതായത് കൃഷ്ണദാസിനെ ഏത് വിധേനയും അകത്താക്കണം എന്ന രീതിയിൽ ഇവിടെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ച് ഇവിടെയുള്ള എല്ലാ പ്രസിഡൻസും ഒഴിവാക്കിയിട്ട് കൃഷ്ണദാസിനെ പെട്ടെന്ന് കൊടുന്നനെ ഉണ്ടാക്കിയ അറസ്റ്റ്, അതുമാത്രമാണ് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നത്. അല്ലാതെ ശാസ്ത്രീയ കോളേജുകൾ ഒരു ദിവസത്തേക്ക് അടച്ചിട്ടത് ഇവിടുത്തെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കേണ്ടെന്ന് പറയാനോ ഒന്നുമല്ല. പിന്നെ ഈ അമ്മ പോയ ഒരു മകൻ്റെ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ജിഷ്ണുവിൻ്റെ അമ്മയുടെ വിഷമം ഞങ്ങളെല്ലാവരും മനസ്സിൽ പേറുന്നുണ്ട്. ജിഷ്ണുവിൻ്റെ അമ്മ സുപ്രീം കോടതിയിൽ പോകുന്നതിനെയോ ഈ രീതിയിൽ പരാമർശം നടത്തുന്നതിനോ ഞങ്ങൾക്കൊന്നും പറയാനില്ല. കാരണം അവരുടെ വിഷമങ്ങളെല്ലാം എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്നതാണ്. പക്ഷേ ഈ മാധ്യമങ്ങൾ മുഴുവൻ ഈ രീതിയിൽ ശാസ്ത്രീയ കോളേജുകളെ അടിച്ചാക്ഷേപിക്കുന്നത് വളരെ ഖേദകരമായൊരു വസ്തുതയാണ്. ശാസ്ത്രീയ കോളേജുകൾ നേരത്തെ ശ്രീ റഹീം പറഞ്ഞതുമാതിരി കേരളത്തിലെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരളത്തിൽ ഏതാണ്ട് 50% വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയ കോളേജുകളിലാണ്. ഈ ശാസ്ത്രീയ കോളേജുകളെ നമ്മൾ എങ്ങനെ തള്ളിപ്പറയും? ഇവിടെ LKG തലം മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം വരെ പ്രൊഫഷണൽ കോളേജ് വരെ ധാരാളം ശാസ്ത്രീയ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളെല്ലാം ഒറ്റയടിക്ക് ഒരേ കള്ളനാണയങ്ങളായിട്ട് കണക്കാക്കാൻ നമുക്ക് പറ്റുമോ? എന്തിനാണിപ്പം ഇടിമുറികൾ എന്നെല്ലാം പറഞ്ഞ പുതിയ പ്രവണത വരുന്നത്? കാരണം ജിഷ്ണുവിൻ്റെ അമ്മ തന്നെ പല വേദികളും പറഞ്ഞിട്ടുണ്ട്, ജിഷ്ണു ആ കോളേജിൽ ചേരാനുണ്ടായ സാഹചര്യങ്ങൾ, ജിഷ്ണുവിൻ്റെ അമ്മാവൻ ആ കോളേജിൽ നല്ല രീതിയിൽ പഠിച്ചിരുന്നു, അവൻ നല്ലൊരു എംപ്ലോയ്മെൻ്റ് അവന് കിട്ടി, യെസ് ബിക്കം എൻ എൻജിനീയർ. അത് കണ്ടിട്ടാണ് ജിഷ്ണുവിൻ്റെ രക്ഷിതാക്കൾ ജിഷ്ണുവിന് വേണ്ടിയിട്ട് ആ കോളേജിൽ പോയി അന്വേഷണം നടത്തിയതും ആ കോളേജിൻ്റെ ഡിസിപ്ലിനെ പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ടുമാണ് അവിടെ ചേർന്നതും. ആ സ്ഥിതിയിൽ ഇപ്പോൾ മാത്രം ഒരു ഇടിമുറിയെ പറ്റി പറയുന്നത് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും കോളേജിൽ ഡിസിപ്ലിൻ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാകപ്പിഴ പറ്റിപ്പോയാൽ
അത് കേരളത്തിലെ ശാസ്ത്രീയ മേഖലയെ ആകെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ പറയാൻ പാടുണ്ടോ എന്ന് നിങ്ങളൊന്നെല്ലാവരും ചിന്തിക്കേണ്ട ഒരു ശ്രീ അനിൽ, ഇവിടെ പ്രശ്നം അതല്ല. ഞാൻ ചോദിക്കുന്നത്, അസോസിയേഷൻ എന്ന നിലയിൽ നിങ്ങളൊരു കൂട്ടായി പ്രവർത്തിക്കുകയാണല്ലോ, ഈ സ്വാശ്രയ കോളേജുകൾ ഒരുമിച്ച്. ഈ പ്രവർത്തനത്തിൽ ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ വെച്ചു പുലർത്തുന്ന കോളേജുകളോട് നിങ്ങളുടെ സമീപനം എന്താണ്? അതിൽ പൊതുസമൂഹം ചൂണ്ടിക്കാട്ടുന്ന ആ ദോഷങ്ങൾ, ആ കോളേജുകൾ ഉയർത്തുന്ന വിപത്തുകൾ, അതിനെ ആ നിലയ്ക്ക് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? അസോസിയേഷൻ സംഘടന തയ്യാറാവുന്നുണ്ടോ? നിങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ അസോസിയേഷനൊക്കെ അത്തരം കോളേജുകളുടെ വക്കാലത്ത് ഏറ്റെടുക്കുകയല്ലേ പലപ്പോഴും ചെയ്യുന്നത്? അവിടെയാണ് പ്രശ്നം. ഞാൻ സ്വാശ്രയ കോളേജുകൾ എല്ലാം ഇടിമുറികളുടെ കേന്ദ്രങ്ങളാണെന്നല്ല പറയുന്നത്. അത്തരത്തിലുള്ള ഇടിമുറികളുള്ള കോളേജുകളോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? അവർക്ക് വേണ്ടിയല്ലേ പലപ്പോഴും അസോസിയേഷൻ സംസാരിക്കുന്നത്? ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്ന കോളേജുകൾ ഒരുപാടുണ്ട്. ഏവറേജ് തലത്തിൽ നടക്കുന്ന കോളേജുകൾ ഒരുപാടുണ്ട്. കുറച്ചുകൂടെ മോശമായ രീതിയിൽ നടക്കുന്ന കോളേജുകളുമുണ്ട്. ഇവയ്ക്കെല്ലാം നമ്മൾ ഓരോരോ ബ്രീത്തിങ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. നമ്മളല്ല, ഈ സമൂഹം. മെച്ചപ്പെട്ട കുട്ടികൾ നല്ല കോളേജ് തേടിപ്പോകും. അതിൽ മാർക്ക് കുറഞ്ഞവർ ഒരു മെഡിക്കൽ ലെവൽ കോളേജിൽ പഠിക്കും. അതൊക്കെയാണ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു ഇപ്പോഴുള്ള ഒരു സ്റ്റാറ്റസ്. പല രീതിയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിലുണ്ട്. അപ്പം ഏതെങ്കിലും കോളേജുകളിൽ എന്തെങ്കിലും ഡിസിപ്ലിനറി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മേൽനോട്ട പ്രശ്നങ്ങളോ അല്ല ഇനി മാനേജ്മെൻറ്റിൻ്റെ വേണ്ടാത്ത രീതിയിലുള്ള ഇടപെടലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് വേദികളുണ്ട്. അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട്, പിന്നെ കൺസേൺഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിന് ഇടപെടാം. ഇത്തരം വേദികളെല്ലാം സമയാസമയങ്ങളിൽ ആ കോളേജുകളിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ക്രമീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ നമ്മളെ മറ്റക്കര ഒരു ടോംസ് കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പം ആ KTU ഇടപെട്ടിട്ട് ആ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കി. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പാകപ്പിഴകൾ കോളേജിലുണ്ട് എന്ന് വെച്ചാൽ അത് നിയന്ത്രിക്കാൻ ധാരാളം സംവിധാനങ്ങളുണ്ട്. ശരി, അതാണ് ആ കാര്യത്തിൽ താങ്കളുടെ വിശദീകരണം. ഞാൻ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ JR പത്മകുമാർ, ഇവിടെ ഇപ്പോൾ ഗവൺമെന്റ് ഒരു സർവകക്ഷി യോഗം വിളിച്ചു. ആ യോഗത്തിൽ BJPയുടെ പ്രതിനിധിയും പങ്കെടുത്തതാണല്ലോ. എന്താണ് ആ യോഗത്തിലെ തീരുമാനം എന്നുള്ളത് താങ്കൾക്കും അറിയാം. നിയമനിർമ്മാണത്തെപ്പറ്റി സർക്കാർ ആലോചിക്കുന്നു. അഡ്മിഷനും അതുപോലെ തന്നെ ഫീസും നിയന്ത്രിക്കുന്നതിന് വേണ്ടി കുറെ കൂടി കടുത്ത നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു. കോളേജുകളുടെ പ്രവർത്തനം വിലയിരുത്താനൊക്കെ സർക്കാർ ഒരുങ്ങുകയാണ്. ഗവൺമെൻറ് ഈ വിഷയത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ഈ കേസിലടക്കം സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ സുപ്രീം കോടതിയിലേക്ക് സർക്കാർ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ആ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. തിങ്കളാഴ്ച അത് പരിഗണിക്കാനും പോകുന്നു. ഈ ഘട്ടത്തിൽ ഗവൺമെൻറ്റിനോട് കുറെ കൂടി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്നതല്ലാതെ സർക്കാർ ഇതിൽ നടപടി എടുത്തില്ല എന്നൊരു പരാതി ഉന്നയിക്കാനുണ്ടോ? അല്ല, ഗവൺമെന്റിന് ഈ കാര്യത്തിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതല്ലേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ പ്രശ്നം എത്തി നിൽക്കുന്നത്. ഗവൺമെന്റ് ശക്തമായ നിലപാട് സംസ്ഥാനത്ത് എടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇത് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇരകൾക്ക് വേണ്ടി വാദിക്കുകയും യഥാർത്ഥത്തിൽ വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ മുൻകൂർ ജാമ്യത്തിന് എതിരായിട്ടാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ കേസ് വന്ന സമയത്ത് കാര്യമായി ഈ പ്രശ്നം അവിടെ അവതരിപ്പിക്കുകയും കാര്യമായി പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഇത്രയും വളരെ ഹീനമായ ഒരു കുട്ടി മരിച്ച ആ കേസിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം കിട്ടുമായിരുന്നോ? മുൻകൂർ ജാമ്യം കിട്ടുമായിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ തോറ്റു കൊടുത്തിട്ട് മനഃപൂർവ്വം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചെന്നിട്ട് സുപ്രീം കോടതിയിൽ ഇത് തന്നെയാണ് പാവപ്പെട്ട ആ അമ്മ, ആ മഹിജ എന്ന് പറയുന്ന വിഷ്ണു റോയിയുടെ അമ്മ കേസുമായി പോയിരിക്കുകയാണ്. എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു ബെയിലിനെ സംബന്ധിച്ചിടത്തോളം അത് കോടതിയും പ്രതിയും തമ്മിലുള്ള ഒരു വാദപ്രതിവാദങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതിൽ മൂന്നാമതൊരു കക്ഷിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിന്റെ പ്രോസിക്യൂഷൻ ശക്തമായി നോക്കേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുക്കാൻ തയ്യാറായാൽ എങ്ങനെയായിരിക്കും പിന്നെ ഇവിടെ നീതി കിട്ടുക? അപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് റഹീം ടെലിഫോണിൽ പറയുന്നത് കേട്ട് ഇത്രമാത്രം സ്വാശ്രയ കോളേജുകൾ
എന്തിനെന്ന് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ NOC കൊടുത്തിട്ടുള്ളത് UDF ഗവൺമെന്റിനെക്കാളും. എന്തിനു വേണ്ടിയാണ് കൊടുത്തത്? എന്നാൽ അതിനെ കൊടുത്തതിന് വിരോധമില്ല, പക്ഷെ കൊടുത്താൽ അതിനെ നിയന്ത്രിക്കാനുള്ള നടപടികൾ വേണ്ടേ? ഈ സമയത്തും അതിനെ സംബന്ധിച്ച് യാതൊരു ഇതില്ല. എല്ലാ ഈ കോളേജുകളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അഡ്മിഷൻ വരുമ്പോൾ കുറേ കേസുകളും കുഴപ്പങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് വാദപ്രതിവാദങ്ങളും ഉണ്ടാക്കും. പക്ഷേ ഈ മാനേജ്മെന്റുകൾ നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും. ഈ ഇടിമുറികൾ ഇനിയും ഉണ്ടാകും. ഒരുപാട് വിഷ്ണു പ്രണോയിമാര് ഇനിയും സൃഷ്ടിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. ഇതിന് വേണ്ടത് ഗവൺമെന്റിന്റെ ഒരു ഇച്ഛാശക്തിയാണ്. ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കുകയാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിയണം. ഏതെങ്കിലും ഒരു SIയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേര് നടപടിയെടുത്തതുകൊണ്ടോ സ്ഥലം മാറ്റിയതുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കുമോ? ഗവൺമെന്റിന് നയമാണ് മാറ്റം വരുത്തേണ്ടത്. അതിന് ശക്തമായ ഒരു നിലപാട് ഇച്ഛാശക്തിയോട് കൂടിയിട്ട് ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാവണം. ഇപ്പോൾ കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങൾ കുറ്റം സമ്മതിക്കുന്നു, കുമ്പസരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ആളുകൾക്ക് നഷ്ടപ്പെടുകയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. വിഷ്ണു പ്രണോയിയുടെ അമ്മയുടെ ഒരു വാക്കുകൾ, അത് ഹൃദയമുള്ളവർ കേൾക്കേണ്ടതാണ്. എൻ്റെ മകൻ ഈ കോളേജിൽ എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹിച്ചു പോയില്ലായിരുന്നുവെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു എന്നുള്ള ആ അമ്മയുടെ കരച്ചിൽ, ദുഃഖത്തോട് പറയുന്ന ആ വാക്കുകൾ ഇന്നും സ്വബോധം നഷ്ടപ്പെട്ട രീതിയിലാണ് ആ അമ്മയുടെ വാക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ. ഇതാണ് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഇത്തരത്തിൽ അമ്മമാരുണ്ടാകരുത്, ഈ തരത്തിലുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ മരണപ്പെടരുത്. അതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം. അല്ലാതെ സുപ്രീം കോടതിയിൽ പോയി ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള, അല്ലാതെ ഇതിനെതിരായിട്ട് ശക്തമായ നിലപാട് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ ഈ കോളേജുകളിൽ ഡിസിപ്ലിൻ വേണ്ട എന്നുള്ളതല്ല. അതിനെല്ലാം ഒരു ജനാധിപത്യമുണ്ട്, ഒരു മര്യാദയുണ്ട്. അതിന്റെ ആ സീമകൾ ലംഘിക്കുന്നുണ്ട് എങ്കിൽ നടപടി സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റിന് വേണം. ഞാൻ വരാം ശ്രീ JR പത്മകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ A റഹീം, ഇവിടെ ഇപ്പോൾ ഒന്ന്, ഈ വിഷയത്തിൽ ആദ്യം കേസ് വന്നപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കേസ് നടത്തിയതിൽ വലിയ വീഴ്ച വരുത്തിയെന്ന് വലിയ വിമർശനമുണ്ടായി. DGPയെ മാറ്റി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചു. അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. മറ്റൊരു കേസിൽ ഷഹീർ ഷൗക്കത്ത് അലി എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ ഇതേ പ്രതി, ഇതേ സാഹചര്യം. അവിടെ എന്താണ് സംഭവിച്ചത്? പഴയന്നൂരിൽ കേസ് എടുത്ത ASI വീഴ്ച വരുത്തിയെന്ന് സമ്മതിച്ചു. ആ ASIക്കെതിരെ നടപടിയെടുത്തു. ഇവിടെ എല്ലാം ഈ കേസിൻ്റെ എല്ലാ ഘട്ടത്തിലും നോക്കുമ്പോൾ പല കേന്ദ്രങ്ങളിലും വീഴ്ച വരുത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ PRO സഞ്ജിത് വിശ്വനാഥന് ഇന്നാണ് ജിഷ്ണുവിൻ്റെ കേസിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത്. മറ്റൊരു കേസിൽ ഇന്നലെ ലഭിച്ചു. ഈ കേസിൽ ഇതുവരെയും സഞ്ജിത് വിശ്വനാഥനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയാതെ പോവുകയും ചെയ്തു. ഈ കേസിൽ ഏറ്റവും ഗുരുതരമായ ഇടപെടൽ നടത്തിയ പ്രതിയാണ് ഈ PRO സഞ്ജിത്ത് എന്ന് പരാതിക്കാർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആക്ഷേപമുണ്ട്. ആ സഞ്ജിത്തിനെ ജിഷ്ണുവിൻ്റെ കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് മുൻകൂർ ജാമ്യം എടുത്തു, അറസ്റ്റ് ഒഴിവാക്കുകയും ചെയ്തു. കാലതാമസം ഉണ്ടായി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ വീഴ്ചകൾ ഇങ്ങനെ നിരന്തരമായി സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ? അല്ല വിജയകുമാറേ, നമ്മൾ പ്രശ്നങ്ങളെ അതിൻ്റെ പോയിന്റിൽ നിന്ന് കാണുക. ഇവിടെ ശ്രീ JR പത്മകുമാർ ഉന്നയിച്ചതെല്ലാം തന്നെ വളരെ ബാലിശമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം പറയാം, പക്ഷേ ഇത് വെറും ബാലിശമാണ്. എങ്ങനെയാണ് സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ വന്നത്? കേരളത്തിൽ മാത്രമാണോ വന്നത്? ഇന്ത്യയിലാകമാനം വന്നു. ഒരു പോളിസിയുടെ ഭാഗമാണ്. എന്താ പോളിസി ഇത്? ഈ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, വിശിഷ്യ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരല്ല പണം മുടക്കേണ്ടത്, സർക്കാർ നിയന്ത്രണമല്ല വേണ്ടത്, ഇഷ്ടം പോലെ സ്വകാര്യ വ്യക്തികൾക്ക് ആരംഭിക്കാം എന്ന നയം കോൺഗ്രസ് ആരംഭിക്കുകയും ഇന്ന് നരേന്ദ്രമോദി പിന്തുടരുകയും ചെയ്യുന്ന അതേ നയമാണ്. എന്താ കേന്ദ്ര ഏജൻസികളുടെ നിലപാട്? എല്ലാം ഇത് തന്നെയാണല്ലോ. താങ്കൾ പറയുന്നു പെട്ടിക്കട പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ത് പറഞ്ഞാലും ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങൾ ഈ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രയോ മുന്നിലാണ്. നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ അവിടെ ഇടിമുറികളും പിന്നെ പെട്ടിക്കടയും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെയെല്ലാം പോയി നിങ്ങൾ നിയമം ഉണ്ടാക്കാത്ത? ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് തമ്പിങ് മെജോറിറ്റിയുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ സ്വാശ്രയ കോളേജിനെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല, വരാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവരാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു, ശക്തമായി ഇടപെടുന്നു. നിങ്ങൾ നോക്കൂ, ശ്രീ കൃഷ്ണദാസ് ജയിലിൽ കിടന്നു. ഇത് ആദ്യത്തെ രക്തസാക്ഷിയല്ല സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ. രജനി എസ് ആനന്ദ്, അതിനുശേഷം ഇങ്ങോട്ടെടുക്കുക നിങ്ങൾ. വട്ടപ്പാറ PMS ദന്തൽ കോളേജിലാണ് ഒരു കുട്ടി മുമ്പൊരിക്കൽ ആത്മഹത്യ ചെയ്തത്. തിരുവല്ലയിലെ മാർക്ക് ഫാസ്റ്റ് കോളേജിൽ
സുമി സുരേന്ദ്രൻ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, പീഡനത്തിൻ്റെ പേരിലാണ്. എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റക്കര ടോംസണെതിരെ എത്രയോ പരാതികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശ്രീ വിജയകുമാറിനോട് ചോദിക്കുന്നു, ഈ പ്രേക്ഷകർ കേൾക്കട്ടെ, കേരളത്തിൽ ഇതിനു മുമ്പ് സമാന സ്വഭാവമുള്ള സ്വാശ്രയ മാനേജ്മെൻറ്റോ പ്രിൻസിപ്പളോ ഒക്കെ പ്രതിസ്ഥാനത്ത് വന്ന ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരാൾ ജയിലിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ പോയി എങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടപെടൽ കൊണ്ടും നിലപാട് കൊണ്ടുമാണ്. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം, ഇവിടെ ഈ കേസുമായെല്ലാം ബന്ധപ്പെട്ട് ഉണ്ടായ ചില പ്രശ്നങ്ങൾ, ആ കേസുമായി ബന്ധപ്പെട്ട് എവിടെയെല്ലാം വീഴ്ചയുണ്ടായിട്ടുണ്ടോ, ആ വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കും. ഇവിടെ ശ്രീ വിജയകുമാർ എത്രയോ കാലം നിയമരംഗം ഹൈക്കോടതി കേന്ദ്രീകരിച്ച് കൈകാര്യം ചെയ്ത മാധ്യമപ്രവർത്തകനാണ്. ശ്രീ വിജയകുമാർ, നിഷ്പക്ഷമായി നിങ്ങൾ ഈ ചർച്ചയിൽ പറ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇത്രയും വേഗതയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഏർപ്പാടാക്കി കൊടുത്തൊരു സർക്കാർ സമീപനം പറ. എത്രയോ കേസുകൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ വെച്ചിട്ടുണ്ട്. ജിഷ്ണു പ്രണയുടെ കേസിൽ ശ്രീ ഉദയഭാനു വക്കീലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഓർഡർ ഇറങ്ങിയ ഇതുപോലൊരു നടപടിക്രമം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കേസിൽ, പൊളിറ്റിക്കൽ കേസിൽ പോലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്. ഈ സർക്കാരിന് ആരെയെങ്കിലും സംരക്ഷിക്കാൻ, എന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടായിരുന്നുവെങ്കിൽ എവിടെയെല്ലാം വെള്ളം ചേർക്കാമായിരുന്നു? സ്വാഭാവികമെന്ന് ആളുകൾക്ക് കരുതും വിധം എവിടെയെല്ലാം നിശബ്ദമാകാൻ കഴിയുമായിരുന്നു? ഞങ്ങളതൊന്നും ചെയ്തില്ല. ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി ശ്രീ അനിൽ പറയുന്നത് കേട്ടു, ഞങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമാണ്. നിങ്ങളെന്തിനാണ് ഈ ഇടിമുറി ഉണ്ടാക്കിയ ആളുകളെ കൊല്ലാൻ നിൽക്കുന്ന ആൾക്കാരെ പിന്തുണ പ്രഖ്യാപിക്കുന്നത്? നിങ്ങളുടെ സ്ഥാപനത്തിലൊരു വിദ്യാർത്ഥി സംഘടനയെ നിങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കുമോ? ആ വിദ്യാർത്ഥി സംഘടന ന്യായമായൊരു ആവശ്യമുന്നയിച്ച് സമരം ചെയ്താൽ നിങ്ങൾ ആ സമരത്തിനെ പിന്തുണയ്ക്കുമോ? നിങ്ങൾ പിന്തുണയ്ക്കില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യാൻ പോകുന്നത്? നിങ്ങളൊരു സംഘടനയുണ്ടാക്കി ശ്രീ അനിലും കൂട്ടരും സമരം ചെയ്യാൻ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇടിമുറി ഉണ്ടാക്കി ഒരു പയ്യനെ ഇടിച്ച് കൊലപ്പെടുത്തിയ, വേറൊരു പയ്യനെ കൊണ്ടുപോയി ഇടിച്ച, അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. ശ്രീ അനിലിൻ്റെ എല്ലാം ക്യാമ്പസിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ക്യാമ്പസിന് നടത്താൻ പാടില്ല എന്ന് മാത്രമല്ല, ക്യാമ്പസിന് പുറത്ത് ഫേസ്ബുക്ക് മോണിറ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ജിഷ്ണു പ്രണോയെ പിടിക്കാൻ കാരണം എന്താ? ജിഷ്ണു പ്രണോയ് SFIക്കാരനായിരുന്നു. ജിഷ്ണു പ്രണോയ് നാദാപുരത്ത് SFIയുടെ സമ്മേളനങ്ങൾ നിരന്തരമായി പങ്കെടുക്കുന്ന ആളായിരുന്നു. SFIയുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ SFIയുമായി ബന്ധമുള്ള, രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധമുള്ള ആൾക്കാരെ ഫേസ്ബുക്ക് നോക്കി മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രത്യേക സംഘം, എന്നിട്ട് അവരെ ബുക്ക് ചെയ്യുകയാണ്. അവരെ കേസുകൾ ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ഉപദ്രവിക്കുന്ന, അങ്ങനെ ഡിസിപ്ലിൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ എന്തിനാണ് ശ്രീ അനിലിനെ പോലുള്ള മാനേജ്മെൻറ്റുകൾ വക്കാലത്തെടുക്കുന്നത്? അതൊരു ക്രൈമാണ് ശ്രീ അനിൽ, ഒരു ക്രൈമാണ്. നിങ്ങൾക്ക് അനുജനില്ലേ? സ്വാശ്രയ മാനേജ്മെന്റിന്റെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മക്കൾ മറ്റു പല സ്ഥാപനങ്ങളിലും പോയി പഠിക്കുന്നില്ലേ? ശ്രീ അനിൽ, ഇതാണ് ഇവിടെ ഗുരുതരമായ ആരോപണങ്ങളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സംഘടനാ പ്രവർത്തനം അനുവദിക്കുന്നില്ല, ജനാധിപത്യം അവിടെ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോളേജിന് പുറത്ത് സംഘടനാ പ്രവർത്തനം നടത്തിയാൽ പോലും നടപടിയെടുക്കും. ഫൈനുകൾ, നിങ്ങൾക്ക് തോന്നുന്നതാണ് ഫൈനുകൾ. ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ചാൽ ഫൈനുകൾ, ഫൈൻ ഏർപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഒരാൾ താടി വളർത്തിയാൽ, മീശ വളർത്തിയാൽ ഫൈൻ ഈടാക്കും, അവരെ പുറത്താക്കും. ആ കോളേജിൽ നിന്ന് നോട്ട്ബുക്ക് വാങ്ങാവൂ. എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? ഇതിനൊന്നും സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് നിയമത്തിൻ്റെ ഒരു പിൻബലവുമില്ലല്ലോ. സ്വാഭാവികമായും നിങ്ങളെ നിയന്ത്രിക്കാൻ കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം എന്നതാണ് മഹിജ കോടതിയിൽ നൽകുന്ന ഒരു ഈ അപേക്ഷയുടെ ഒരു ഭാഗം. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നതാണ്. എന്തുകൊണ്ടാണ് ഈ കുറ്റവാളികൾ നയിക്കുന്ന കോളേജുകൾക്ക് ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇങ്ങനെ പിന്തുണ നൽകുന്നത്? ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൃഷ്ണദാസിനോട് ചോദിച്ചിട്ടുണ്ടോ അസോസിയേഷൻ, നിങ്ങളുടെ കോളേജിൽ നടക്കുന്നത് എന്താണ്? ഈ ആരോപണങ്ങളിൽ വല്ല കഴമ്പുമുണ്ടോ? നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ എന്ന് അസോസിയേഷൻ ഒരിക്കലെങ്കിലും കൃഷ്ണദാസിനോട് ചോദിച്ചിട്ടുണ്ടോ? ശ്രീ വിജയകുമാർ, ഒരാൾ ഒരു ക്രിമിനൽ കേസിൽ ആരോപിതനായാൽ അത് കോടതിയുടെ മുമ്പാകെ വിചാരണ നിൽക്കുമ്പോൾ നമ്മളാരും അതിൽ വിധി കൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കോടതികളുണ്ട്, കോടതികൾ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൃഷ്ണദാസ് കുറ്റം ചെയ്തോ ചെയ്തില്ലയോ എന്നെല്ലാം ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പേ ഹൈക്കോടതി പറഞ്ഞു, ഒരു ക്രിമിനൽ കോൺസ്പിറൻസിയോ ഒരു അബറ്റ്മെൻറ്റോ സൂയിസൈഡിനോ ഉള്ള ഒരു സെക്ഷൻസ് ഒന്നും ഇതിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് കൃഷ്ണദാസിന് ജാമ്യം കൊടുത്തതെന്ന്. ഇനി ബാക്കിയുള്ള കോടതികൾ കൃഷ്ണദാസിൻ്റെ കാര്യം പറയാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് കോടതിയിലുള്ളൊരു വിഷയത്തെപ്പറ്റി നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം ശാസ്ത്രീയ കോളേജുകളിൽ മറ്റേ രാഷ്ട്രീയം പാടില്ല എന്നൊന്നും ആരും കൽപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ എയ്ഡഡ് മേഖലയിൽ തന്നെ, അല്ലെങ്കിൽ
എയ്ഡൽ മേഖല ആകമാനം ഒരു അരാഷ്ട്രീയവാദം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാ കലാലയങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ആ കാലഘട്ടങ്ങളിലെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വളരെ താന്നുപോയി എന്നെല്ലാമാണ് നമ്മുടെ അവലോകനം. അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം മൂലമാണ് നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞത് എന്നുള്ള അവലോകനത്തിന്റെ ഒന്നും യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കൃഷ്ണദാസിനെ കോടതി ശിക്ഷിച്ചോ ഇല്ലയോ എന്നല്ല. കൃഷ്ണദാസിനെതിരായി FIR നിലനിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് പ്രാഥമികമായി ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് കോടതി റദ്ദാക്കിയിട്ടില്ലല്ലോ. നിങ്ങളുടെ അസോസിയേഷൻ, നിങ്ങളുടെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണല്ലോ ഈ കൃഷ്ണദാസ്. ഈ കൃഷ്ണദാസിനോട് നിങ്ങളുടെ കോളേജിൽ നടന്നു എന്ന ഈ ആരോപണത്തെ പറ്റി, ഈ പുറത്തു വരുന്ന വിവരങ്ങളെ പറ്റി, ഈ പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളെ പറ്റി ഒരു വിശദീകരണം തേടുകയെങ്കിലും ഒരു സംഘടന എന്ന നിലയിൽ പുറം ലോകത്തെ അറിയിക്കാനെങ്കിലും സാമാന്യ മര്യാദയ്ക്ക് അത്തരമൊരു നടപടിയെങ്കിലും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാം ജുഡീഷ്യറിയിൽ ഭയങ്കര വിശ്വാസമുള്ള ആളുകളാണ്. അതെ, ജുഡീഷ്യറിയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ? എല്ലാം ജുഡീഷ്യറിക്ക് വിട്ടുകൊടുക്കാതെ അസോസിയേഷൻ എന്ന നിലയിൽ നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ? കേരള ഹൈക്കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, അതായത് കൃഷ്ണദാസിന് ഈ ജാമ്യം നിഷേധിക്കാൻ തരത്തിലുള്ള ഒരു കുറ്റങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്ന്. അപ്പോൾ അത് നമുക്ക് കാണാനിരിക്കുന്നതാണ്. കോടതി ഇനി ട്രയൽ കോടതി എന്ത് നിഗമനത്തിലാണ് എത്തുക എന്നുള്ളത് നമുക്ക് കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ കാണാം. ഗവൺമെൻറ് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ട്രയൽ സ്പീഡപ്പ് ചെയ്യട്ടെ. എന്നിട്ട് അതിൽ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും കൃഷ്ണദാസിന് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ. അതാണ് കൃഷ്ണദാസിനെ ശിക്ഷിക്കുന്നത് കോടതി. അതിൽ മാനേജ്മെന്റ് അസോസിയേഷന് അതിൽ ഇടപെടാനൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അതിൽ ഈ ഘട്ടത്തിൽ പോലും കൃഷ്ണദാസിനോട് ഒരു തുണ്ട് പേപ്പറിൽ ഒരു വിശദീകരണം തേടാൻ പോലും നിങ്ങൾ തയ്യാറാകുന്നില്ലല്ലോ എന്നതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. താങ്കൾക്ക് അതിന് മറുപടി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീജിത്ത്, ഇവിടെ ഇപ്പോൾ കൃഷ്ണദാസിന്റെ കേസിൽ കോടതിയുടെ നിലപാട് അതായതുകൊണ്ട് അതിൽ അസോസിയേഷൻ ഇടപെടാൻ പോകുന്നില്ലെന്നാണ് ശ്രീ അനിൽ സൂചിപ്പിച്ചത്. ഈ പ്രതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്താനിരിക്കുന്ന സമരത്തിൽ നിന്നും തങ്ങളുടെ സഹോദരി പിന്മാറുന്നുണ്ടോ? ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ ഇപ്പോഴത്തെ തീരുമാനം? അതെ, ഈ കേസിൽ കൃഷ്ണദാസിനും സഞ്ജിത്തിനും മാത്രമാണ് ഇപ്പോൾ ജാമ്യത്തിന് ആനുകൂല്യമുള്ളത്. ബാക്കി 3 പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. അതിനൊരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പോലീസ് മേധാവിയുടെ ഓഫീസിനു മുന്നിൽ അനിശ്ചിതകാലത്തേക്ക് നിരാഹാരമിരിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണുള്ളത്. എനിക്ക് നേരത്തെ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി പറഞ്ഞു കോടതിയിൽ വിശ്വാസമുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിന്റെ സംബന്ധിച്ച് കൃഷ്ണദാസുമായി ബന്ധപ്പെട്ട് കോടതിയെയും പോലീസിനെയും സമ്മർദ്ദത്തിലാക്കാൻ എന്തിന് സ്വാശ്രയ കോളേജുകൾ അടച്ചിട്ടു? അവരുടെ ആവശ്യം വരുമ്പോൾ, അവർക്ക് അനുകൂലമായി വരുമ്പോൾ കോടതിയെ വിശ്വസിക്കുകയും അല്ലാത്ത ഘട്ടത്തിൽ പോലീസിനെയും കോടതിയൊക്കെ വിമർശിച്ച് സമരം നടത്തുന്ന ഒരു പതിവാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണദാസിനെ ഞങ്ങൾ ജിഷ്ണു പ്രണോയ് കേസിൽ ജിഷ്ണു ഇന്ന് തെളിവ് നൽകാൻ ജീവിച്ചിരിപ്പുള്ള ജിഷ്ണു പ്രണോയ് എന്ന ഷാഹുൽ ഷൗക്കത്ത് അലി തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ നീതിപീഠവും ആരും കണ്ണു തുറക്കുന്നില്ലല്ലോ. ഈ കൃഷ്ണദാസ് കൊടും ക്രിമിനലാണ് എന്ന കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇന്ന് മനസ്സിലായതാണ്. കൃഷ്ണദാസിന്റെ കോളേജിൽ നിന്ന് ഉയർന്നു വന്നത് 100 കണക്കിന് പരാതികളാണ്. തെളിവ് നൽകിയത് സ്വന്തം കോളേജിൽ നിന്നുള്ള 150ഓളം കുട്ടികളാണ്. 300ഓളം മൊഴികളാണ് അവിടുന്ന് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലെങ്കിലും വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വിശദീകരണം ചോദിക്കാൻ പോലും ഈ ഉടമ അസോസിയേഷൻ തയ്യാറായില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയിൽ കണ്ടത്, കഴിഞ്ഞ വർഷം ബാർ കോഴയുമായി ബന്ധപ്പെട്ടും ബാർ ഉടമയായ അദ്ദേഹമാണ് ഈ ദിവസം ഇപ്പോൾ വിദ്യാഭ്യാസ ശാസ്ത്രീയ മേഖലയുടെ ഉടമയായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ബാർ നടത്തുന്നവരും മണ്ടിക്കമ്പനി നടത്തുന്നവരും ഒക്കെയാണ് ശാസ്ത്രീയ മേഖല വലിയ ലാഭക്കൊതി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെ ഒരു കുട്ടിയുടെ പ്രയാസം മനസ്സിലാക്കാൻ പറ്റും? ഒരമ്മയുടെ കണ്ണീര് കാണാൻ കഴിയും? ഇവർക്ക് എങ്ങനെ പണമുണ്ടാക്കണം? ഇവർക്ക് എങ്ങനെ ഫൈൻ പിരിക്കണം? എങ്ങനെ കുട്ടികളുടെ പ്രതികരണ ശേഷി അടിച്ചൊതുക്കണം? തങ്ങളുടെ കോളേജിൽ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്നവനെ എങ്ങനെ കൊന്നു തള്ളണം എന്നുള്ള പരീക്ഷണം മാത്രമാണ്. ഇവർ വളർത്തുന്നത് ഗുണ്ടാ ടീമുകളെയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കോയമ്പത്തൂരും അന്യ സംസ്ഥാനത്തിലും നടത്തുന്ന മാതൃകയിൽ തന്നെ ഇടിമുറികൾ കൃഷ്ണദാസിന് കോയമ്പത്തൂരിൽ കോളേജിലുള്ളതാണ്. അതിന്റെ മാതൃകയിൽ തന്നെയാണ്
പാമ്പാടിയിൽ കോളേജിലും ഇടിമുറി സ്ഥാപിച്ചത്? എന്ത് തെളിവാണ് വേണ്ടത്? ഞങ്ങളുടെ കുഞ്ഞിന്റെ രക്തത്തിൽ കൂടുതൽ വലിയ എന്ത് തെളിവാണ് വേണ്ടത്? സഞ്ജിത്ത് വിശ്വനാഥന്റെ മുറിയിൽ നിന്നുള്ള രക്തത്തിന്റെ 3 സ്ഥലത്ത് നിന്ന് രക്തത്തിന്റെ പാടെടുത്തത് അത് ജിഷ്ണു പ്രണയുടെ O പോസിറ്റീവ് ആണെന്ന് വ്യക്തമായില്ലേ? കൂടുതൽ പരിശോധനയ്ക്കല്ലേ ജിഷ്ണുവിന്റെ അച്ഛന്റെയും അമ്മയുടെയും DNA സാമ്പിൾ ശേഖരിച്ചത്? ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും പണക്കാരന് മാത്രം നീതി എന്നുള്ള ഒരു സമീപനം വലിയ പ്രശ്നമാണ്. ഞങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് വലിയ പ്രതീക്ഷയോടുകൂടി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്നത്. ശ്രീ തുടരുക. ശ്രീ JR പത്മകുമാർ, ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെന്റ് നടപടി എടുക്കുന്ന വിഷയത്തിൽ താങ്കൾ നേരത്തെ അഭിപ്രായം പറഞ്ഞുവല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നേരത്തെ ഒരു സ്വാശ്രയ നിയമം ഉണ്ടായിരുന്നു കേരളത്തിന്. ആ നിയമത്തിൻ്റെ സുപ്രധാന വകുപ്പുകളൊക്കെ ഹൈക്കോടതി റദ്ദാക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയും ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സമവായം ഈ വിഷയത്തിൽ ഉയർന്നു വരേണ്ടതല്ലേ? സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കുന്നതിന് ആ നിലയ്ക്കുള്ള ഒരു സമവായത്തിന് എന്തുകൊണ്ട് സാധ്യത ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ സാഹചര്യം ഒരുങ്ങുന്നില്ല? ഇവിടെ കഴിഞ്ഞ ദിവസം സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും പങ്കെടുത്തില്ല. അവരെ അതിലേക്ക് വിളിച്ചിട്ടില്ല എന്ന പരാതിയാണ് ആ 2 പാർട്ടികളും അറിയിച്ചത്. എന്തുകൊണ്ടാണ് ഇതിലൊരു സമവായത്തിന് സാധ്യത ഉണ്ടാകാതെ പോകുന്നത്? ഇതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലല്ലോ, അത് കച്ചവടക്കാർ. ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ബാറ് നടത്തി പൊളിഞ്ഞവരോ കശുവണ്ടി ഫാക്ടറി നടത്തി പൊളിഞ്ഞവരോ അതേ കെട്ടിടം സ്വാശ്രയ കോളേജാക്കി മാറ്റി കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുമ്പോൾ അതിന് രാഷ്ട്രീയക്കാർക്ക് അതിൽ താല്പര്യമില്ലല്ലോ. അത്തരം പ്രവണതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു സമവായത്തിന് എന്തുകൊണ്ട് കേരളത്തിൽ അതിനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല? പരിശോധിക്കേണ്ട വിഷയമല്ലേ അതും? പരിശോധിക്കേണ്ട വിഷയമാണ്. കേരളത്തിൽ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന ഈ സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടോ? അതിന് മുൻകൈ എടുക്കേണ്ട ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റിന് അതാണ് ഞാൻ വിജയകുമാറെ നേരത്തെ പറഞ്ഞത്, ഇച്ഛാശക്തി വേണമെന്ന്. നേരത്തെ MA ബേബി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നല്ലോ. എന്നിട്ട് അന്ന് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, അന്ന് ഇത് സ്വാശ്രയ കോളേജുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവസാനം സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ എന്തായി? ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്, നിയമപരമായി നിൽക്കില്ല എന്ന് ഇത് അറിഞ്ഞുകൊണ്ട് നിയമം ഉണ്ടാക്കി ആ സ്വാശ്രയ കോളേജുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയല്ലേ? നിയന്ത്രിക്കേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ സംസ്ഥാന ഗവൺമെന്റിന് അതിന് അധികാരമുണ്ടല്ലോ. അവർക്കത് കുറ്റമറ്റ രീതിയിൽ നിയമനിർമ്മാണം നടത്തി കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഗവൺമെന്റ് ഈ വേട്ടക്കാരനോടൊപ്പം ഓടുകയും ഈ ഇരയോടൊപ്പം നിന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഈ സ്വാശ്രയ മാനേജ്മെന്റുകളെ കുറിച്ചൊക്കെ റഹീം വളരെ ആവേശത്തിൽ പറഞ്ഞല്ലോ, ഓരോ കോളേജുകളുടെ പേരും പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ ഒരു സ്ഥാനാർത്ഥി, ലോകസഭാ സ്ഥാനാർത്ഥി ഇതേപോലുള്ളൊരു കോർപ്പറേറ്റ് കോളേജിലെ സ്വാശ്രയ കോളേജ് ഇതേപോലെ ആരോപണ വിധേയമായ ഒരു കോളേജിന്റെ ഡയറക്ടറായിരുന്നല്ലോ പാർലമെന്റ് സ്ഥാനാർത്ഥി. അപ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ഈ ഇടതുപക്ഷവും ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുമായി സ്വാശ്രയ മാനേജുകളും തമ്മിലുള്ള ബന്ധം. അവരെ പിണക്കാൻ ഇവർക്ക് കഴിയില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ജിഷ്ണു പ്രണോയി എന്ന് പറയുന്നത് ഒരു SFI കാരനെന്നാണ് റഹീം അവകാശപ്പെടുന്നത്. അത്തരത്തിലൊരു SFI കാരനോട് ഈ രീതിയിലാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആർക്കാ നീതി കിട്ടുന്നത്? ഇപ്പോൾ നമ്മളെല്ലാവരും പറയും, കോടതിയെ കുറ്റം പറയും. കോടതിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഹൈക്കോടതിയിലായാലും അവിടെ എത്തുന്നത് ഈ പ്രോസിക്യൂഷൻ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടാണ്, ആ പോലീസ് ഹാജരാക്കുന്ന തെളിവുകളാണ്. ആ തെളിവുകൾ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കോടതിയുടെ മുമ്പിൽ തെളിവ് എത്തിക്കുന്നതിന് തടസ്സമുണ്ടായാൽ, ആ യഥാർത്ഥ തെളിവ് മൂടിവെച്ചാൽ എങ്ങനെ കോടതിക്ക് നീതി നടപ്പാക്കാൻ കഴിയും? അതുകൊണ്ടാണ് ഈ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നതും നിസ്സാരമായ വകുപ്പുകൾ ഇട്ട് കോടതി കൊണ്ട് 2 രീതിയിലുള്ള മൊഴി കൊണ്ട് കൊടുക്കുമ്പോൾ കോടതി വായിച്ചിട്ട് ഇതിൽ നിലനിൽക്കില്ല എന്ന് പറയുന്നത്. കോടതി തന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തുന്നത് പ്രോസിക്യൂഷന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം കാരണമാണ്. അവിടെയാണ് ഈ ഗവൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇച്ഛാശക്തി കാണിക്കേണ്ടത്, ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത്. അവിടെ പൊട്ടക്കളിച്ച് നിന്നു കൊടുക്കുകയും ഈ ഇരകൾക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം എടുത്താൽ ഒരിക്കലും ഈ സ്വാശ്രയ കോളേജുകളെന്നല്ല ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനും നീതി കിട്ടാൻ പോകുന്നില്ല. കോടതിക്ക് മുന്നിൽ യഥാർത്ഥ തെളിവുകൾ, യഥാർത്ഥ വസ്തുതകൾ അതേ രീതിയിൽ കൊണ്ടുവരുന്നതിൽ പോലീസ് പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നു എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഞാൻ വരാം. ശ്രീ റഹീം, ഇവിടെ ഇപ്പോൾ ഈ ഷഹീർ ഷൗക്കത്ത് അലിയുടെ കേസിലാണല്ലോ കൃഷ്ണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അത് ആ ഒരു അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ പറ്റിയാണല്ലോ കോടതി വിമർശന ബുദ്ധിയോടെ ചില നിരീക്ഷണങ്ങൾ ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയം,
ജിഷ്ണുവിൻ്റെ അമ്മ മഹിജ തിരുവനന്തപുരത്ത് DGPയുടെ ഓഫീസിൽ സമരം നടത്തും എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഷഹീറിൻ്റെ കേസിൽ അറസ്റ്റുണ്ടാകുന്നത്. ഫെബ്രുവരി 27 രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റുണ്ടാകുന്നത് 10-15 ദിവസങ്ങൾക്ക് ശേഷമാണ്, 16-17 ദിവസങ്ങൾക്ക് ശേഷമാണ്. സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയം, മഹിജ തിരുവനന്തപുരത്ത് നടത്താനിരിക്കുന്ന സമരം അത് ഒഴിവാക്കാനോ അത് തണുപ്പിക്കാനോ വേണ്ടിയായിരുന്നില്ലേ ഈ അറസ്റ്റ് ചെയ്യുകയും, അങ്ങനെ ആ അറസ്റ്റ് ചെയ്ത രീതിയെ കോടതി പിന്നീട് വിമർശിച്ച് ഫലത്തിലത് കൃഷ്ണദാസിന് സഹായകമാവുകയും ചെയ്തതും ഈ ആലോചനയില്ലാത്ത ചില തീരുമാനങ്ങളുടെ ഭാഗമായി സംഭവിച്ച ദുരന്തം തന്നെയല്ലേ? എൻ്റെ വിജയകുമാറെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയ രസകരമായ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഞാനതിലേക്ക് വരാം. ശ്രീ JR പത്മകുമാറിനോട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹം വല്ലാതെ ആവേശം കൊള്ളുകയാണ്, വികാരനിർഭരനാവുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇച്ഛാശക്തി ഗവൺമെൻറ് പ്രകടിപ്പിക്കണം. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് തമ്പിക് മെജോറിറ്റി ഉള്ളിടത്ത് നിങ്ങൾ കാട്ടിത്തന്ന ഒരു മാതൃക അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലാതെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒത്തുകളിക്കാതെ നിങ്ങൾ എടുത്തൊരു നിയമം ഞങ്ങൾക്കൊന്ന് കാട്ടിത്താ. ഇല്ല, ഞങ്ങളിപ്പോൾ ഒരു നിയമം ഉണ്ടാക്കാം സാർ, എന്നിട്ട് അത് നിങ്ങൾക്ക് തരാം. അതിൻ്റെ മാതൃകയിൽ നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നില്ല. ഒരു സംശയം വേണ്ട, ഇത് പോളിസിയുടെ പ്രശ്നമാണ്. നിങ്ങളുടെ പോളിസി ഇത്തരം സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളെ മുൻപോട്ട് നിർത്തി അതേ ഉള്ളൂ വഴി എന്ന് പറയുന്നതാണ്. ഞങ്ങൾ പറയുന്നത് അതല്ല. സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വാശ്രയ കോളേജുകൾ ഉണ്ടാകണം. ഈ സ്വാശ്രയ സങ്കല്പത്തിനല്ല ഞങ്ങളെതിര്, മറിച്ച് എന്താ, അതിൽ സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാകണം, സാമൂഹ്യ നീതി പാലിക്കാൻ കഴിയണം, അവിടെ മെരിറ്റ് പുലർത്താൻ കഴിയണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ നിലപാട്. അതിനാണ് ഞങ്ങളുടെ കാലത്ത് LBSും IHRD എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായത്. സർവകലാശാലകളുടെ കീഴിൽ നേരിട്ട്, സർവകലാശാല പോലുള്ള ഏജൻസികൾ നേരിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയത്, കേപ്പ് ആരംഭിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെയാണ് അതിൻ്റെ ചരിത്രം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊരു നിലപാടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇവർക്ക് മുതലാളിമാർ മാത്രമല്ല, മുതലാളിമാർക്കല്ല ക്യാമ്പസുകൾ നടത്താൻ അധികാരം കൊടുക്കേണ്ടത്, മറിച്ച് ക്യാമ്പസുകൾക്ക് സർക്കാർ നിയന്ത്രണവും സാമൂഹ്യ നിയന്ത്രണവും ഉണ്ടാകണം. അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാട് പ്രതിഫലിപ്പിക്കും വിധമുള്ള ശക്തമായ നിലപാട് ഇപ്പോൾ വരികയും ചെയ്യും. ഒന്ന്. രണ്ടാമത്, ശ്രീ വിജയകുമാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ശ്രീമതി മഹിജ ഒരു സമരപ്രഖ്യാപനം നടത്തിയതിനെ തുടർന്നുണ്ടായ അറസ്റ്റാണോ കൃഷ്ണദാസിൻ്റെ അറസ്റ്റ്? തെറ്റാണ്. ഈ പറയുന്ന ഷഹീദ് എന്ന് പറയുന്ന പയ്യൻ നേരത്തെ ഈ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ കാര്യമാത്രമായി അത് അന്വേഷിക്കുന്നില്ല. തുടർന്ന് ആ പയ്യൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ SP സമീപിക്കുന്നു. SP അത് പരിശോധിച്ചതിന് ശേഷം അവിടുത്തെ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു, ഷഹീദിൻ്റെ മൊഴിയെടുക്കുന്നു, തെളിവുകൾ ശേഖരിക്കുന്നു, എല്ലാ തരത്തിലും മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം എപ്പോഴാണ് ശ്രീമതി മഹിജ പറയുന്നതിന് എത്രയോ മുമ്പാണ്. ഇതിൻ്റെ സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിൽ തൊട്ടടുത്ത ദിവസം അറസ്റ്റ് ഉണ്ടാകുന്നു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവിടെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്ന ആരോപണത്തെ നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. ആ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ദയാരഹിതമായി ഇതാ നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നു, പരിശോധിക്കുന്നു. തെറ്റുണ്ടായിട്ടുണ്ട്, വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായും നടപടിയും ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് സ്വാഭാവികമായ നടപടിക്രമം. ഞാൻ മറ്റൊരു ചാനലിൽ ഈ സംഭവം ഉണ്ടായതിൻ്റെ ഇന്ന് രാത്രി ഒരു ചർച്ചയിൽ ഈ ഷഹീദ് ഫോൺ ലൈനിൽ വന്നു. ആ ഷഹീദിനോട് നേരിട്ട് ചോദിച്ചല്ലോ. മാതൃഭൂമിയിലായിരുന്നു ഈ ചർച്ച. ശ്രീ വേണു ആയിരുന്നു അതിൽ അവതാരകൻ. ചോദിച്ചു, എന്താ എങ്ങനെയാണ് ഇതുണ്ടായത്? അവൻ പറഞ്ഞു, എനിക്ക് ഫോൺ വരികയാണ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തു എന്ന്. എനിക്കപ്പോൾ അവിശ്വസനീയമായിരുന്നു. അപ്പോഴും അവിശ്വസനീയമായിരുന്നു. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുമോ? ഞാൻ ആവർത്തിച്ച് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി, നേരിട്ട് ഉറപ്പുവരുത്തി. അപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇവിടെ നീതി നടക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞത് ഇവിടെ നീതി നടക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടായത്. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന അരാജക പ്രവണതകൾക്കെതിരെ മൂക്ക് കയറിടാൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. ജയിലിൽ പോകേണ്ടി വരും എന്നൊരു മെസ്സേജ് കൊടുത്തത് ഞങ്ങൾ വന്നിട്ടല്ലേ? ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞില്ലേ, മുൻപെപ്പോഴെങ്കിലും ഒരിക്കൽ, ഇവിടെയല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, അവിടെയെല്ലാം എത്രയോ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നു. ആര് ചോദിക്കാനുണ്ട് ശ്രീ പത്മകുമാറെ? അവിടെയോ ഇനി കേരളത്തിൽ തന്നെയോ ജിഷ്ണുവിൻ്റെ സംഭവത്തിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ സമാനമായി നടന്ന ഒരു സംഭവത്തിൽ അനിലിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് കയ്യാമം വെച്ച് ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പോൾ വന്നു. അതൊരു സന്ദേശമാണ്.
അതാണ് ശ്രീ അനിലും കൂട്ടരും ഇറങ്ങിയത്. നാളെ ശ്രീ ശ്രീ അനിലിന്റെ റഹീം, കോളേജിൽ ഞാൻ ഇത് സംഭവിച്ചാലും ഒരു ഈ സംശയം വേറൊരു വേണ്ട. കാര്യം കൂടി ശ്രീ അതിനെ അനിൽ കൂടി ജയിലിൽ പറയണമല്ലോ. കിടക്കേണ്ടി വരും. ജിഷ്ണുവിന്റെ സംശയം വേണ്ട. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് പോലും നിലനിൽക്കില്ല എന്ന് ഈ സ്വാശ്രയ മുതലാളിയുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. രജിസ്റ്റർ ചെയ്ത കേസിന്റെ അവസ്ഥകൾ കൂടി എന്താണെന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ കോടതി പറഞ്ഞത്? കേസ് ഡയറിയിൽ ഒന്നുമില്ലത്രേ. കേസ് ഡയറിയിൽ ഒന്നുമില്ലാതായി പോയത് എന്തുകൊണ്ടാണ്? പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചതുകൊണ്ടാണോ? ശ്രീ വിജയകുമാറെ, ഈ കേസിനെ വളരെ സസൂക്ഷ്മം പിന്തുടരുന്ന ഒരാളാണ് ശ്രീ ശ്രീജിത്ത്. അദ്ദേഹം ഇപ്പോഴും ലൈനിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ചോദിക്കും, പോലീസ് ഡയറിയിൽ, പോലീസ് അന്വേഷണത്തിൽ ജിഷ്ണു പ്രണയിയുടെ അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും പിന്തുടരുന്ന ശ്രീ ശ്രീജിത്തിന്, ശ്രീമതി മഹിജയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. അവരുടെ അഭിപ്രായം കോടതിയുമായി ബന്ധപ്പെട്ട, കോടതി വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പരാതി. ഞങ്ങൾക്കെതിരെയല്ല, ഈ ഗവൺമെന്റിനെതിരെയല്ല. എവിടെയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഒരു കേസ് ഉണ്ടാക്കുക, ഇപ്പോൾ പോലീസ് ഒരു കേസ് മുമ്പിൽ വരിക, ആ കേസിനെ സംബന്ധിച്ച് അന്വേഷിക്കുക, പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കുക, നീതിപീഠങ്ങൾക്ക് വ്യത്യസ്ത നിഗമനങ്ങളിലെത്താൻ കഴിയും. ഇനി ശ്രീ അനിൽ സൂചിപ്പിച്ചതുപോലെയും ഇപ്പോൾ കോടതിയുടെ പരാമർശവും അന്തിമമായ വിധിന്യായമായി പറയാനാകില്ല. ഇത് FIR സ്റ്റേജ് മാത്രമാണ്. FIR സ്റ്റേജ് മാത്രമാണ് ഈ കേസ്. ഈ കേസ് പൂർണ്ണമായി അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്, ഇനിയും തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ഇവിടെ ഏറ്റവും ഒടുവിലാണല്ലോ കുറ്റപത്രം കൊടുക്കുക. അങ്ങനെ കുറ്റപത്രം കൊടുക്കുകയും അതിന്മേൽ വിചാരണ നടക്കുകയും ചെയ്തതിനു ശേഷം നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. കേസ് ബോധപൂർവം ദുർബലമാക്കാൻ അങ്ങനെ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരും പറയുന്നില്ല. മാത്രമല്ല, ഞാൻ ശ്രീ വിജയകുമാറിനോട് നേരത്തെ ചോദിച്ചില്ലേ, വിജയകുമാർ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കേ, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇത്രയും വേഗതയിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു കൊടുത്തിട്ടുണ്ടോ? ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൊടുക്കാൻ കഴിയുക. അത് ഇര ആവശ്യപ്പെടുന്നു, ഇരയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. ഇരകളുടെ ബന്ധുക്കളുടെ ആഗ്രഹത്തിനൊപ്പം ഒരു സർക്കാർ മിന്നൽ വേഗതയിൽ കാര്യങ്ങൾ ശ്രീ റഹീം, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇരകളുടെ ബന്ധുക്കൾക്ക് അങ്ങനെ ആവശ്യപ്പെടേണ്ടി വന്നത് എന്നുകൂടി പരിശോധിക്കണ്ടേ? സർക്കാരിന്റെ കേസ് നടത്തുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ച സമീപനം എന്താണ്? ആ സമീപനം ഇരകൾക്ക് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതേ സംവിധാനത്തിന് കീഴിലാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിൽ കേസ് നടത്തിയിട്ടുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ശ്രീജിത്തിന് അറിയാം. ഞാൻ താങ്കൾക്ക് ശ്രീജിത്തിനോട് ചോദിച്ചു നോക്കാം, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അഡ്വക്കേറ്റ് CP ഉദയഭാനു അവിടെ കേസ് നടത്തിയതെന്ന്, എങ്ങനെയാണ് CP ഉദയഭാനുവിന് കേസ് നടത്താൻ ഇടയാക്കിയ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കിയ ഉത്തരവ് വരേണ്ടി വന്നത് എങ്ങനെയാണ് എന്നറിയാം. ഈ DGP തന്നെയാണല്ലോ ഇപ്പോഴും അവിടെയും ആ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്. ആ ഓഫീസിന് കീഴിൽ തന്നെയാണല്ലോ ഈ CP ഉദയഭാനു അടക്കമുള്ളവർ പ്രവർത്തിക്കേണ്ടത്. അതും ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ശ്രീ വിജയകുമാറെ, ആ പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഈ കേസിലെ ആദ്യത്തെ ദിവസം DGP നേരിട്ട് പോയി. അതിന് പ്രത്യേക പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് പോയത്. പക്ഷെ കോടതി DGPയോട് ആദ്യത്തെ ദിവസം പറഞ്ഞത് നിങ്ങൾ ഗാലറി ക്ലാപ്പിന് വേണ്ടി വർത്തമാനം പറയുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ ഒരു കേസിനെ സംബന്ധിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വേണം എന്നുള്ളത് അവരുടെ ആദ്യമേയുള്ള ആവശ്യമായിരുന്നു. ഈ കേസിന്റെ നടത്തിപ്പിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെടുക എന്നുള്ളത് പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളുടെ ശരി തെറ്റോ കഴിവോ അതൊന്നും നോക്കിയിട്ടല്ല. ഒരു പ്രശ്നമുണ്ടായാലും എല്ലാ കേസിലും ഉണ്ടല്ലോ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലാണോ? അല്ല, അത് ആവശ്യപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കേസിൽ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അതിന് കൃത്യമായ വേഗതയിൽ ചെയ്തു. ഇവിടെ ഞാനത് പറയാൻ കാര്യം എന്താ, ഇദ്ദേഹത്തിന്റെ ആരോപണം എന്താ, പത്മകുമാറിന്റെ ആരോപണം എന്താ, ഇവിടെ നിങ്ങളിൽ പലരും ആരോപിക്കുന്ന ആരോപണം എന്താ? ഉന്നതങ്ങളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സർക്കാരിന്, ഗവൺമെന്റിന് ഇത് സംബന്ധിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാട് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു കൊടുത്തതിൽ വ്യക്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വീഴ്ചകൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളോട് സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമോ ഐക്യദാർഢ്യപ്പെടുന്നുമില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നു. DGPക്ക് ഇതിൽ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയെന്ന് തോന്നി. അപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അതിൽ പോരായ്മയുണ്ടെന്ന് കരുതുന്നു ഇരകൾ. അപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരമൊരുക്കുന്നു, ഹർജി കൊടുക്കുന്നു. ഈ രീതിയിൽ സർക്കാരിന് ഉദ്യോഗസ്ഥ തലത്തിൽ പാളിച്ചകൾ ഉണ്ടെങ്കിലും അത് തിരുത്തി മുന്നോട്ട് പോകുന്നുണ്ട് ഗവൺമെന്റ് എന്നത് കാണാതിരിക്കാൻ കഴിയുമോ? അങ്ങനെയല്ലല്ലോ. ഇതിപ്പോ
ഇവര് ഈ പോലീസിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവർ രക്ഷപ്പെടുക. ഈ പോലീസിനെ മാറ്റാനല്ല DGPയെ മാറ്റിയത്. പഴയ DGPയെ മാറ്റിയിട്ട് പുതിയ DGPയെ കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള വീഴ്ചകൾ പരിഹരിക്കാനല്ലേ. എന്നിട്ട് ഈ വീഴ്ചകൾ ആവർത്തിക്കുന്നത് എന്താ? ഇത് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞത് വിജയകുമാർ, ഇതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ്. ഈ സ്വാശ്രയ നയത്തിനെ കുറിച്ച് എന്ത് മധുരമായാണ് എൻ്റെ സുഹൃത്ത് റഹീം പറഞ്ഞത്. ഇവരെ നമുക്കറിയാമല്ലോ, MV രാഘവനെ തടഞ്ഞ് 5 DYFIക്കാർ വെടിയേറ്റ് മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അന്ന് പറഞ്ഞത് സഹകരണ മേഖലയിൽ സ്വാശ്രയ കോളേജ് തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, അത് തടഞ്ഞു, വെടിയേറ്റ് മരിച്ചു. എന്നിട്ട് എന്താ, ആ സ്വാശ്രയ കോളേജില് അഡ്മിഷന് വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ അന്നത്തെ സമരം ചെയ്ത ഈ DYFIയുടെ സംസ്ഥാന ട്രഷറർ പൈസ കൈക്കൂലി കൊടുത്തതിന് വേണ്ടിയിട്ട് ആ ട്രഷറിനെ ആ സ്ഥാനത്ത് മാറ്റി. അപ്പൊ ഇവരുടെ നയം എന്താണ്? NRI കോട്ടയോ എന്ത് കോട്ടയായിക്കോട്ടെ, അതേ ഇവരുണ്ടാക്കിയ ഈ സ്വാശ്രയ കോളേജില് 35 ലക്ഷം രൂപ കൊടുത്തിട്ട് DYFIയുടെ നേതാവ് അഡ്മിഷൻ ആക്കിയെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വാശ്രയ നയം എന്താണ്? അപ്പൊ സൗകര്യം പോലെ ഈ നിയമത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കുകയും അതിന്റെ ഗുണഭോക്താക്കളായി മാറുകയും ഈ സ്വാശ്രയ മാനേജ്മെന്റുകൾക്കൊപ്പം ഓടുകയും ചെയ്യുകയാണ് ഈ ഗവൺമെന്റ് എന്നുള്ളത് വ്യക്തമല്ലേ? അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. പിന്നെ പുതിയൊരു നിയമം ഉണ്ടാക്കി തരാമെന്നാണ് പുതിയ വലിയ അവരുടെ ബുദ്ധിജീവി ഇപ്പൊ പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി ഉണ്ടാക്കിയ നിയമം എങ്ങനെയാണ്? അന്നേ ഞങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കി നിങ്ങൾ കോപ്പി രീതിയിൽ നടപ്പിലാക്കിയാൽ മതി. അത് മാത്രം ചെയ്താൽ മതി. ആ സ്വാശ്രയ നിയമം വേണമെങ്കിൽ കേരളത്തിന് മാതൃകയാക്കാമെന്ന് BJP നേതാക്കൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഈ JR പത്മകുമാർ അത് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. BJPയുടെ ഒരു വാദം, മധ്യപ്രദേശിൽ ഒരു സ്വാശ്രയ നിയമമുണ്ട്, അത് വേണമെങ്കിൽ പരിശോധിക്കാം എന്നതായിരുന്നു BJP നേതാക്കളുടെ ഒരു വാദം. വിജയകുമാറെ, ഇന്ത്യയിൽ ഏറ്റവും അധികം ഇപ്പോഴും സ്വാശ്രയ കൊള്ള നടക്കുകയും കുട്ടികൾ മരിക്കുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ പേരാണ് മധ്യപ്രദേശ്. അവിടേക്കുള്ള സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താ? കേരളത്തിൽ നിന്നെല്ലാം തന്നെ ഈ ദേശീയ ഏജൻസികളുടെ ഈ സെൻട്രൽ വിസിറ്റിങ്ങിന് പോകുന്ന അധ്യാപകരെല്ലാം നമുക്കറിയാം, അക്കാദമിക സമൂഹത്തിനിടയിൽ അവരെല്ലാം പറയും പെട്ടിക്കടകളാണ്, തട്ടുപുറത്താണ്, മച്ചുപുറത്തൊക്കെയാണ് കോളേജിൻ്റെ ബോർഡും തൂക്കി ഇരിക്കുന്നത്. ഇതവിടെ നിൽക്കട്ടെ. 2, ഇദ്ദേഹം JR പത്മകുമാറിനെ പോലെ ഒരാൾ വേറെ പറയാനെല്ലാം ഉണ്ട്. ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ. ചരിത്രത്തിൽ വളരെ വിദൂരതയിലുള്ള ചരിത്രമൊന്നുമല്ലല്ലോ. പരിയാരത്ത് സഹകരണ മേഖലയിൽ കോളേജ് തുടങ്ങുന്നതിനെതിരല്ല, പരിയാരത്ത് സഹകരണ മേഖലയിലുള്ള പൊതു സ്വത്തായി രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനത്തെ സ്വകാര്യ സ്വത്താക്കി ട്രസ്റ്റാക്കി മാറ്റുന്നതിന് വേണ്ടി നടത്തിയ നീക്കത്തിനെതിരായി നടന്ന സമരമാണ്. സ്വകാര്യ മേഖലയിലേക്ക് സ്വന്തം ട്രസ്റ്റാക്കിയതിനെ മാറ്റുന്നതിനെതിരായിട്ടാണ് പരിയാരത്ത് സമരം നടക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, കേരളം പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കൊരു മെച്യൂരിറ്റി കൈവരിക്കാൻ കഴിഞ്ഞൊരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിഭവ സമാഹരണത്തിന് മൂലധന മുടക്കിന് സർക്കാരിനെ കൊണ്ട് മാത്രം കഴിയില്ല. അതുകൊണ്ട് ഒരു സ്വാശ്രയ കോളേജ് സമം രണ്ട് സ്വാശ്രയ കോളേജുകൾ സമം ഒരു സർക്കാർ കോളേജ് എന്നും പറഞ്ഞ് ആന്റണി കൊണ്ടുവന്നതാണിത്. ഇതാണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഞങ്ങളുടെ ബദൽ എന്ന് പറയുന്നത് സ്വാശ്രയ കോളേജുകൾ, സ്വകാര്യ കോളേജുകൾ, ഇതിനെല്ലാം സാമൂഹ്യ നിയന്ത്രണം വേണം. പ്രവേശനം മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം. അവിടെ തലവരിപ്പണം ഉണ്ടാകാൻ പാടില്ല. അവിടുത്തെ അധ്യാപകർക്ക് യോഗ്യതയുണ്ടാകണം. അവിടെ മെറിറ്റ് ആയിരിക്കണം. തന്നെയുമല്ല, സർക്കാർ നിയന്ത്രണമുള്ള സ്വാശ്രയ കോളേജുകൾ ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ ഇങ്ങനെ ആ പ്രശ്നത്തെ, ഇതിനൊരു ബദൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് അങ്ങനെയാണ്. ഇനി ഉണ്ടായ കോളേജുകളെയോ, ആ യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞ കോളേജുകളെ നിയന്ത്രിക്കാനുള്ള അങ്ങേയറ്റത്തെ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അത് കോടതി തള്ളി. ഇപ്പോൾ പറയാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങൾ അത്ര വലിയ നിയമപരിജ്ഞാനികളാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ കൊണ്ടുപോവാ. ഇപ്പോൾ സുപ്രീം കോടതി പോയിട്ടാണല്ലോ ഞങ്ങൾ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സഖാവ് MA ബേബി ഉണ്ടാക്കിയ ആ നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഇന്ന് സെൻട്രൽ രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് കഴിയുമല്ലോ. നിങ്ങളുടെ അറവുശാല പൂട്ടാൻ വേണ്ടി സെൻട്രൽ രജിസ്ട്രേഷൻ കൊണ്ടുവരാൻ പോകുന്നുണ്ടല്ലോ. ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നുണ്ടല്ലോ. വിവാദമായ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത് ചോരപ്പുഴയുണ്ടാക്കി നിങ്ങളിതാ സെൻട്രൽ രജിസ്ട്രേഷൻ കൊണ്ടുവരാൻ പോവുകയാണല്ലോ. ഞാൻ ചോദിക്കുന്നു, ചോരപ്പുഴ ഒഴുകാതിരിക്കാൻ, ഇനി ജിഷ്ണുമാരുടെ ചോര ഒഴുകാതിരിക്കാൻ
നിങ്ങളൊരു സെൻട്രലൈസേഷൻ കൊണ്ടുപോകാം. ശരി, അത് കേന്ദ്ര നിയമം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് അല്ലല്ല, ഞാനിത് പറയുന്നത് ഞങ്ങളിവിടെ കൊണ്ടുവന്നോളാം. നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ കൊണ്ടുപോവാ. നീറ്റും ഇതുമായിട്ടൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. എന്താ അല്ലല്ല, ഇത് ക്രമസമാധാനമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഇവിടെ പോലീസ് നിയമം ശക്തമായ നടപടി എടുത്താൽ മതി. ഇത് ക്രമസമാധാന പ്രശ്നമാണ്, ഇതാണ് പരിഹരിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് നീറ്റ് ഉണ്ട്, കേന്ദ്ര നിയമത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. എന്ത് ചെയ്തു? കേന്ദ്രം എന്താണ് ചെയ്തത് ഒന്ന് പറ. നിങ്ങളല്ല ഒരു കാര്യം ശ്രീ വിജയകുമാറെ, ഇതിപ്പോ സെൻട്രലൈസേഷൻ ആണല്ലോ വേണ്ടത്. ഇപ്പൊ രാജ്യത്താകെ സ്വാശ്രയ കോളേജ് ഉണ്ട്. ഇപ്പൊ ശ്രീമതി മഹിജ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിലേക്കാണ് പോയിരിക്കുന്നത്. നേരത്തെ സഖാബ് എം എ ബേബിയുടെ കേസുമായി ബന്ധപ്പെട്ട് ആ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയാണ്. സെൻട്രലൈസേഷന് സാധ്യതയുണ്ടല്ലോ. സെൻട്രലൈസേഷൻ BJPയുടെ അജണ്ടയിലുണ്ടോ? നിങ്ങൾ പറ. ഒരക്ഷരം പറയില്ല. പിന്നെ രണ്ട് ചോദ്യം ഡയറക്റ്റ് നടപ്പിലാക്കാൻ തയ്യാറാക്കി. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 2 കോളേജ് സമയം ഒരു ഗവൺമെന്റ് കോളേജ് എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് കഴിഞ്ഞ വർഷം 50% കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ അധികാരത്തിൽ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ശ്രീ A. റഹീം, ശ്രീ JR പത്മകുമാർ, നമുക്ക് സമയം വൈകിയത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഈ വിഷയത്തിലൊരു പൊതു നിയമം അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തനത്തിൽ സർക്കാരിൻ്റെ മേൽനോട്ടം കുറെ കൂടി കടുപ്പിച്ചതാവണം. അത് അനിവാര്യമാക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ജിഷ്ണു പ്രണോയിയുടെ അമ്മ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ JR പത്മകുമാർ, ശ്രീ A. റഹീം, സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ അനിൽ, ജിഷ്ണു പ്രണോയിയുടെ അമ്മാവൻ ശ്രീ ശ്രീജിത്ത്, എല്ലാവർക്കും നന്ദി.